US പ്രസിഡന്റായുള്ള ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുക്കും. പുതിയ ഭരണകൂടത്തിലെ പ്രമുഖരുമായും എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. ജനുവരി 20-നാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, വിവരങ്ങൾ. രോഹിണി, ഈ മാസം 20-നാണ് ട്രംപിന്റെ സ്ഥാനാരോഹണം നടക്കുന്നത്. നമുക്കറിയാവുന്നതാണ്. ഈ അടുത്ത ദിവസം, അതായത് ജനുവരി 6-ാം തീയതിയാണ് അദ്ദേഹം വിജയിയായി പ്രഖ്യാപിക്കുകയും ചെയ്തത്. കോൺഗ്രസ് ഇനി പ്രസിഡന്റ് പദത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന പദത്തിലേറുന്ന ദിവസമാണ് ജനുവരി 20. ജനുവരി 20-ന് അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് ആകുന്ന ആ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ഭാരതത്തിന്റെ പ്രതിനിധിയായി എസ് ജയശങ്കർ പോകുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എസ് ജയശങ്കർ കൂടാതെ ഈ പുതിയ ട്രംപിന്റെ ഇൻവിറ്റേഷൻ അനുസരിച്ച് പോകുന്നതിനനുസരിച്ച് ട്രംപിന്റെ ടീമിലെ ബാക്കിയുള്ളവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്ന വിവരങ്ങളും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഈ ജനുവരി 20-ന് നടക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എസ് ജയശങ്കർ പോകുന്നതിന് നിരവധിയായ നയതന്ത്ര പ്രാധാന്യം കൂടിയുണ്ട് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. നമുക്കറിയാവുന്നതാണ്, ഭാരതവുമായി മികച്ച ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. നമുക്കറിയാം, കഴിഞ്ഞ വർഷം അമേരിക്കൻ സ്റ്റേറ്റ് വിസിറ്റ് ഉൾപ്പെടെ വിശദമായ സന്ദർശന പരിപാടികൾ ഭാരത പ്രധാനമന്ത്രി എന്ന നിലയിൽ അമേരിക്കയിൽ നരേന്ദ്രമോദി നടത്തിയിരുന്നു. അത്തരത്തിലുള്ള മികച്ച ബന്ധം പുലർത്തുന്ന ഒരു രാജ്യം കൂടിയാണ്. മാത്രമല്ല, ഭാരതത്തിന്റെ പല വിഷയങ്ങളിലും ശക്തമായ ഇടപെടലും ട്രംപ് നടത്തുകയും ചെയ്തു. ഭാരതം ബംഗ്ലാദേശിലെ വിഷയത്തിൽ മുന്നോട്ട് വെച്ച നിലപാടുകളെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ നിരവധിയായ പിന്തുണ, തീവ്രവാദ വിരുദ്ധ നിലപാടുകളോട് ശക്തമായ ഐക്യം പ്രഖ്യാപിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് ട്രംപ്. അതുകൊണ്ട് തന്നെ ഭാരതവുമായുള്ള മികച്ച സൗഹൃദം ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ് എന്നൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് എസ് ജയശങ്കർ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുന്നത് എന്നത്. കൂടിക്കാഴ്ചയെ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കുന്നതും അദ്ദേഹത്തിന്റെ ടീമുമായി കൂടിക്കാഴ്ച നടത്തുന്നതും ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. രോഹിണി, ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.